ബോധപൂർവമായ ചില ഇടപെടലുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ കാര്യത്തിൽ, അവർക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഞങ്ങളിവിടെ അവർക്ക് വേണ്ടി ഉരുകി ഒലിക്കുന്നു. മെഴുകുതിരികൾ ഉരുകുന്നതിനേക്കാൾ ചില രക്ഷിതാക്കളൊക്കെ പാരൻസ് മീറ്റിങ്ങിൽ വന്നിട്ട് പറയാറുള്ളത്, ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇത് പറയുമ്പോൾ ഒരു അനുഭവമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യയും അതുപോലെ ഭർത്താവും ഒരു മോനാണുള്ളത്, 2 പെൺമക്കളാണ്. അദ്ദേഹം അന്ന് പറയുന്നൊരു കാര്യം, സാറേ ഞാൻ 19 വർഷമായി വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഞാൻ അവിടെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ഈ നിറമായിരുന്നില്ല ഞാൻ ആദ്യം ഉണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പഴയ ഒരു ഫോട്ടോ അദ്ദേഹം അന്ന് പോക്കറ്റിൽ കൊണ്ടുവന്നത് എനിക്ക് കാണിച്ചു തരാൻ, ഞാനാണ് ഈ രൂപത്തിലായത്. അതിൽ വളരെ സുമുഖനായ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ അദ്ദേഹം പിന്നീട് പറയുന്നൊരു കാര്യം, ഞങ്ങളുടെ വർക്ക് ടൈം എന്ന് പറയുന്നത് 12 hours, 12 മണിക്കൂറാണ്. പക്ഷേ നാട്ടിലേക്ക് എത്രയും നേരത്തെ വരാൻ വേണ്ടിയിട്ട് അവിടെ പരമാവധി സമയം ജോലി ചെയ്യാൻ സന്നദ്ധനായിക്കൊണ്ട് 2-3 മണിക്കൂറൊക്കെ എക്സ്ട്രാ സമയമെടുക്കും. ചൂടുള്ള ഈ മെഷീനറിയുമായിട്ട് മല്ലിട്ടുകൊണ്ടാണ് ഇവരൊക്കെ ഒരു പരിധിയിലേക്ക് എത്തി ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്താനും ഇവരൊക്കെ ഒന്ന് സുഖമായി ജീവിക്കുന്നത് കാണുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരാൻ നിൽക്കാൻ. പക്ഷേ ഇവർക്ക് കിട്ടുന്ന മാർക്കാണല്ലത്. ഒരു സൗകര്യവും ഞങ്ങൾ കുറവ് വരുത്താറില്ല. ഇവർ ചോദിക്കുന്നത് എന്താണോ അതൊക്കെ നമ്മൾ നിർവഹിക്കാറുണ്ടെന്നാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തെ ഇതുപോലുള്ള ഒരുപാട്, ഒരു അനുഭവം മാത്രമൊന്നുമല്ല, ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പലപ്പോഴും പ്രവാസി സുഹൃത്തുക്കൾ നമുക്ക് കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, അപ്പോൾ പല പ്രവാസി സുഹൃത്തുക്കൾ മനസ്സിലാക്കുന്നത് പാരൻറ്റിങ് എന്നത് മക്കൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഓൺ സ്പോട്ടിൽ നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനെത്ര കാശ് ചിലവാക്കാനും അവർ സന്നദ്ധരാണ്. ശരിക്കും അതൊരു ശരിയായ തീരുമാനമാണോ?